89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരയുടെ സമയമാണ്. സോ വെൽക്കം ടു ഉയരെ, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അങ്ങനെ 2026 എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയ കോഴ്സിന് ചേരണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം തുടങ്ങിയ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ആ തീരുമാനങ്ങളിൽ ചിലത് റീസെറ്റ് ചെയ്യണം, ചിലത് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ഒരു സ്ട്രെങ്ത്തുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയാനായി നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ ആണ്, കരിയർ കൗൺസിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. സർ, വെൽക്കം ടു ദ ഷോ. വെരി മച്ച് താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. വളരെ സന്തോഷമുണ്ട് വീണ്ടും സർഗക്ഷേത്രയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓൾസോ. താങ്ക് യു. അതെ 2026 പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ചില മാറ്റങ്ങൾ, ചില തീരുമാനങ്ങളുണ്ട്. അപ്പം അതിനെ എങ്ങനെ ഒന്ന് പൊടി തട്ടിയെടുക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഒന്ന് കുറച്ചും കൂടെ പവർഫുൾ ആക്കി മാറ്റാം എന്നുള്ളതാണ് സാർ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഹോബീസ് ആയിക്കോട്ടെ, ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ശീലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പാകം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഇവയെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. സോ സാർ, എനിക്ക് ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ്, അതായത് 2026 എന്നുള്ളൊരു വർഷത്തിലേക്ക് കിടക്കുന്നു, അന്ന് ഇതൊന്ന് റീസെറ്റ് ചെയ്താലോ എന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ലൈഫിൽ ഒന്ന് സെറ്റ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു റീസെറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സെറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? പലപ്പോഴും നമ്മൾ ജീവിക്കുന്നതിനെ നമ്മൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു ചേഞ്ച് വേണമെങ്കിൽ, ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ, ഒരു ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അതൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മാറ്റവും വളർച്ചയും മുന്നേറ്റവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിതത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യുകയും ഒന്ന് അസസ് ചെയ്യുകയും ഒന്ന് റീസെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പുതുവർഷം അതിന് ഏറ്റവും മനോഹരമായ ഒരു ടൈം, അല്ലെ, നമ്മളെ അതിനുവേണ്ടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ റീസൺ. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ വി നീഡ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ലൈഫ്. അപ്പോൾ ഒരു ചേഞ്ച് അല്ലേ, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്? അതും നല്ലൊരു പ്രോഗ്രസീവ് ചേഞ്ചിന് ചില റീസെറ്റിംഗ്, അല്ലെങ്കിൽ റീ ഇവാലുവേഷൻ, റീ അസസ്മെന്റ് ഒക്കെ നല്ലതാണ് എന്നുള്ളൊരു കാര്യം സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇത് തുടങ്ങിയതേ ഉള്ളൂ നമ്മുടെ ഉയരെ എന്നുള്ള പ്രോഗ്രാം. ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് പേര് ഒന്ന് റീവാലുവേറ്റ് ചെയ്യാനായിട്ട്, റീ അസസ്മെന്റ് ചെയ്യാനായിട്ട്, ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരുന്നോളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൂഡിനെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഒരു അടിപൊളി പാട്ടും എത്തുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ ദിസ് ഈസ് ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സാധാരണഗതിയിൽ ഉയരയിൽ നമ്മളൊരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും കേൾക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഒരു കോഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഹോബീസ്, ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും, നമ്മുടെ ഓരോരോ തീരുമാനങ്ങളും. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന് എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പവർ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട്, നമുക്ക് ഒരു വാക്കുകളിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ എബിലിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോരോ ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഓരോ സ്ട്രെങ്ത് ഉണ്ട്. സോ നമ്മുടെ ഒരു ട്രൂ സ്ട്രെങ്ത്തിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ശീലങ്ങൾ ഓർ നമ്മുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഒരു ആദ്യത്തെ 10 വയസ്സ് വരെയുള്ള ടൈമും അത് കഴിഞ്ഞുള്ള ഒരു
8 വയസ്സ് വരെയുള്ള ടൈം, ഏകദേശം ഒരു 18 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എത്ര കണ്ട് എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ വേൾഡിനെ, നമുക്ക് ചുറ്റുപാടുമുള്ള ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ ആ ലോകവുമായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മുടെ സ്കില്ലുകളും നമ്മുടെ ഹോബീസും നമ്മുടെ ഡെവലപ്മെന്റും ഒക്കെ അഷർ ചെയ്യുന്നു. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് വളരെ പരിമിതമായ ഒരു ലോകത്ത്, ഇപ്പൊ സ്കൂളിംഗ് എന്നൊക്കെ പറയുന്ന സ്കൂള്, ട്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ അങ്ങ് ഒതുങ്ങിപ്പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്രകൃതിയെ പോലും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പൊ മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിൽ തന്നെ ആ മണ്ണും പ്രകൃതിയും ചെടികളും ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് കംഫോർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പോലും പല കുട്ടികൾക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? പലരും ഇന്ന് മുറിക്കകത്ത് കയറി മുറിക്കകത്ത് ഇരുട്ടുണ്ടാക്കി അതിനകത്ത് ഇരുന്ന് ഒരു സ്ക്രീനിന്റെ അത്രയേ ഉള്ളൊരു ചെറിയ ലോകത്തിലേക്ക് ചുരുങ്ങി പോവുകയാണെന്ന്. അപ്പൊ അതിന്റെ വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, റിയൽ ലൈഫ് നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയൊന്നും അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുകളോ ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ല. ഇപ്പൊ ഹോബിയെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഹോബി രക്ഷയ്ക്ക് വരുമെന്നാ പറയുന്നത്. സപ്പോസ് യു ആർ എ ഗിറ്റാറിസ്റ്റ്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ജോലി നഷ്ടപ്പെട്ടു, പക്ഷെ ആ ഗിറ്റാർ അടിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ജീവിതത്തെ വീണ്ടും വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലെ അത് നമുക്ക് അതിനൊരു റെമ്യൂണറേഷൻ തരും, ഒരു അത്യാവശ്യം നമുക്കൊരു ജോലി തരും, അല്ലെ നമുക്ക് കുറച്ച് പേരെ പഠിപ്പിച്ചാൽ, നമുക്കറിയാം നല്ലൊരു സ്കില്ല് നമുക്കറിയാമെങ്കിൽ അത് 10 പേരെ പഠിപ്പിച്ചാൽ നമുക്ക്, കോവിഡ് ടൈമിലൊക്കെ ജോലി നഷ്ടപ്പെട്ടപ്പോ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഹോബീസ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരും സ്കിൽസ് ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ എന്താ ചെയ്ത്, പെട്ടെന്ന് അതിനെ ഷോക്കേസ് ചെയ്ത് അതിനെ ഒരു റെമ്യൂണറേറ്റീവ് ആക്കി മാറ്റി അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു നല്ല ഹോബീസും സ്കിൽസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ, പക്ഷെ ആ ഡെവലപ്പ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് യങ് ഏജാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും പ്രയാസമാണ്, അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കാണത്തില്ല. അപ്പൊ ആ യങ് ഏജ് എത്ര കണ്ട് എൻറിച്ച് ചെയ്യാം വിത്ത് ഹോബി, സ്കിൽസ്, യു ആർ ഗോയിങ് ടു ബി എ വെരി വാല്യുബിൾ പേഴ്സൺ ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നമ്മുടെ ആ ഒരു ഹോബീസ് എങ്ങനെയാണ് ഒരു ട്രൂ സ്ട്രെങ്ത് ആയി മാറുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സോ എനിക്കൊന്നു പാട്ടുകളിലേക്ക് പോകാം. പാട്ടുകൾക്ക് ശേഷം ഇനി ചില കാര്യങ്ങൾ, സാറിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് കിട്ടുന്നത്. വി ഹാവ് ടു ഡു സംതിങ് ഫോർ അവർ ലൈഫ്, ഫോർ അവർ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യം. സോ അതുപോലെ തന്നെ പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ, അതിനെ ഒന്ന് ശക്തമാക്കി എടുക്കാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പുതിയ തീരുമാനങ്ങൾ, പുതിയ ശീലങ്ങൾ, നമ്മൾ ഈ ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങുമ്പോൾ അതിനെ ഒന്ന് ശക്തമാക്കാനായിട്ട്, ഇതൊക്കെ ഇതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫലം വല്ലതും കിട്ടുമോ എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഇതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും, അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മളോടൊന്ന് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ആൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. സാറാണ് നമ്മുടെ കൂടെ ഇന്ന് ഉയരയിലുള്ളത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. സാർ, ചോദ്യത്തിലേക്കൊന്ന് പോവാണ്. ഈ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് സംടൈംസ് നമ്മുടെ ഒരു ട്രൂ സ്ട്രെങ്ത് ആയി മാറും എന്നുള്ളത് നമ്മളിപ്പം കേട്ട് മനസ്സിലാക്കി. ഇനിയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ അക്കാഡമിക് പെർഫോമൻസിനെ എങ്ങനെയാണ് ഈ ഒരു ഹോബീസോ സ്കിൽസോ ഹാബിറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയി മാറുന്നത്? ശരിക്കും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ, നമ്മൾ കൈകൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ബ്രെയിൻ കൊണ്ടും ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സഡൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ബ്രെയിനിന് അകത്തേക്ക് ആക്ച്വലി ഹാപ്പി ഹോർമോൺസ് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ വളരെയധികം പോസിറ്റീവ് ആകുകയും നമ്മുടെ ബ്രെയിൻ കുറെ കൂടി പവർഫുൾ ആകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വളരെ ഫിസിയോളജിക്കലായിട്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ. രണ്ടാമത്, നമ്മളൊരു ഹോബിയൊക്കെ പഠിച്ച് മാസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ഡീപ്പ് ലേണിംഗ് ആണ്. അപ്പോൾ ഒരു ഡീപ്പ് ലേണിംഗ് എങ്ങനെ നടത്തണം,
അപ്പൊ നമ്മളൊരു നല്ല എന്തെങ്കിലും ഒരു കാര്യം പഠിച്ച് അതിലൊരു മാസ്റ്റർ കൈവരിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിതത്തിലെ ഏതൊരു കാര്യത്തെയും മാസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യത്തിൽ മാസ്റ്റർ കൈവരിച്ച ഒരാൾക്ക് മറ്റു കാര്യങ്ങളിൽ ഒരു മാസ്റ്റർ കൈവരിക്കാനുള്ള ഒരു മെത്തഡോളജി, അല്ലെ അതെങ്ങനെയാണ്, അല്ലെ ഞാൻ ഇതിനെയൊക്കെ ഓവർകം ചെയ്തു, അതിൽ ഞാനൊരു മാസ്റ്ററായി, എന്നാ പിന്നെ എനിക്ക് ഇതും മാസ്റ്റർ ആകാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ജനറൽ ആയിട്ട് സ്കിൽഫുൾ ആയിട്ടും ഒക്കെ ഉള്ള ആൾക്കാർ, ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരെപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അക്വയർ ചെയ്യാനൊക്കെ എളുപ്പം പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ സ്കിൽസും ഹോബീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലേണർ എന്നുള്ള ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉള്ളവർക്ക് അക്കാഡമിക്സിലും വളരെ മികവ് പുലർത്താനായിട്ട് സാധിക്കും. അല്ലെ അക്കാഡമിക്സ് വരുമ്പോഴും അവരതിനെ വളരെ വളരെ ക്രിയേറ്റീവായിട്ട്, അല്ലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഡീപ്പായിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അവർക്കുണ്ടാവും. അതാണ് പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലെ ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് തന്നെ നമുക്ക് അക്കാഡമിക്സിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം നമുക്കൊരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ആ ചാപ്റ്ററിനെ നമ്മൾ ഡയഗ്രാംസ് ആയിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ട നോട്ട്സ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്, പിന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, ഒരു ആർട്ടിസ്റ്റിക്, ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെയുള്ള ആൾക്കാർ, നല്ല തിങ്കിങ് പവർ ഒക്കെ ഉള്ള ആൾക്കാർ അവരുടെ അക്കാഡമിക്സിൽ വേറൊരു ലെവലായിരിക്കും. ഒരു ക്ലാസ്സിലെ പേപ്പറുകൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ ടീച്ചറിന് തന്നെ മനസ്സിലാകും, certain people definitely stand out in the crowd. അവരുടെ ആൻസർ ഷീറ്റ് തന്നെ വ്യത്യാസമാണ്. അവരെ എഴുതുന്ന രീതി തന്നെ വ്യത്യാസമാണ്. അത് ഓർഗനൈസ് ചെയ്തേക്കുന്ന രീതി, ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന രീതി, അത് കൺക്ലൂഡ് ചെയ്തേക്കുന്ന രീതി ഒക്കെ വ്യത്യാസമാണ്. ഇന്ന് ലോകം അന്വേഷിക്കുന്നത് വ്യത്യസ്തതയുള്ളവരെയാണ്. നമ്മുടെ ഹോബീസും നമ്മുടെ സ്കിൽസും ഒക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അക്കാഡമിക്കലി നമ്മൾ ഈ അക്കാഡമിക്സ് എല്ലാം എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ലേറ്റർ. So prove that you are different and you are deep, you are passionate. അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തുമ്പോൾ. You will be more positive and more deep in reflection. അപ്പൊ എന്തായാലും ഒരു ഡീപ്പ് ലേണിംഗ് അല്ലേ, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മളിങ്ങനെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സാറ് പറഞ്ഞ പോലെ അവസാനം ചെന്നെത്തുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പിന്നിലുള്ള ഒരു എന്താ പറയുക, ബിഹൈൻഡ് ദ സീനിൽ ഇതും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇത്തരം ചില കാര്യങ്ങൾക്കും കാരണമായി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ. അപ്പം സാറിൽ നിന്നും ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഒരു കോഴ്സ് എടുത്ത ഒരു കാര്യം പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്താൽ എനിക്കൊരു ജോലി ഉറപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ചില അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഹോബീസ്, ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇതിനെ റീസെറ്റ് ചെയ്യുക, ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പം കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ളവരിലേക്ക് നോക്കുകയാണെങ്കിൽ, മാതാപിതാക്കൾക്ക് ഈ ഒരു റീസെറ്റിംഗ് ഓർ സെറ്റിംഗ് പ്രോസസ്സിന് ഒരുപാട് ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവർ എത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ റീസെറ്റിംഗ് ആൻഡ് സെറ്റിംഗിൽ, അവരുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ മനഃപൂർവ്വമായി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മുടെ കൂടെയുള്ളത് സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. സോ അവരുടെ മാതാപിതാക്കളുടെ ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഞാൻ ഈ കേരളത്തിലെ ഒരു സൊസൈറ്റിയിലാണ് കൂടുതലും പ്രവർത്തിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മാതാപിതാക്കള് ലിറ്ററേറ്റ് ആണ്, എഡ്യൂക്കേറ്റഡ് അല്ല.
മെജോറിറ്റി ആൾക്കാരിലും ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഈ കാണുന്ന വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ കുട്ടികളെ മൈക്രോ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. അവരെ എങ്ങനെ ഒരു ഡിപ്പെൻഡന്റ് ആക്കി മാറ്റാമെന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ കാലം ആവശ്യപ്പെടുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ. അവരെ എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആക്കുന്നത് എങ്ങനെയാണ്, അവരെ സ്കിൽഫുൾ ആക്കുന്നത് എങ്ങനെയാണ്, അവരെ പോസിറ്റീവും ഹാപ്പിയും ആക്കേണ്ടത് എങ്ങനെയാണ്. അപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് ഈ അക്കാഡമിക് മാർക്സിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഹോബീസും സ്കിൽസും ഒന്നും ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് നഷ്ടപ്പെടുക. ഫോർ എക്സാമ്പിൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഹോബീസും കളിക്കാൻ പോവുക, ഹോബീസിന്റെ പുറകിന് പോവുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അവർ ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നു, നെയ്ബേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അവരെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നു, ഒക്കെ കടയിൽ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ സ്കില്ലും പിന്നെ ഹോബീസും ഒക്കെ വളരാനുള്ള സ്പേസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്നും നേരെ പോകുന്ന ട്യൂഷൻ സെന്ററിലേക്കാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു സ്കൂളിൽ പോയിട്ട് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ ആ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ട്യൂഷൻ ഫോർ UKG ആൻഡ് LKG സ്റ്റുഡൻസ്. ആലോചിച്ച് നോക്കുക, അത്ര അവസ്ഥയാണ്. അപ്പൊ ഇതൊരു രോഗം പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരു സംഘടിതമായ ഒരു വ്യവസായം തന്നെ ഇതിന് അനുകൂലമായിട്ട് വളർന്നു വരികയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ നമ്മുടെ പിള്ളേരെ ഒന്നിനും കൊള്ളാത്തവരാക്കി ഇത് മാറ്റും. മനസ്സിലായില്ല? അപ്പൊ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു ട്രൂ സോഷ്യൽ ഇന്റലിജൻസ് സെൻസിൽ ഇന്ന് ഈ നമ്മൾ സംസാരിക്കാൻ എടുത്ത ഒരു പോയിന്റ് വളരെ ഡീപ്പറായിട്ട് ലേൺ ചെയ്യേണ്ട ഒന്നാണ്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ അബ്ദുൽ കലാം തന്നെ പറഞ്ഞു, നിങ്ങൾ പോയിരുന്നു സ്വപ്നം കാണാൻ പറഞ്ഞു കുട്ടികളോട്. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി വൈകുന്നേരം ഒന്ന് സ്വപ്നം കാണാനിരുന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന പേരന്റ് എന്തായിരിക്കും പറയുന്നത്? നിനക്ക് പഠിക്കാനൊന്നും ഇല്ല. അവിടെയാണ് അവന്റെ സ്വപ്നം അതോടുകൂടി കരിഞ്ഞുണങ്ങി തീർന്നു. അപ്പോ സ്വപ്നം കാണാനും ഹോബീസ് വളർത്താനും സ്കിൽസ് വളർത്താനും, അപ്പൊ ഒരു സ്കില്ലാണ് റിലേഷൻഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതെങ്ങനെയാ കുട്ടിക്ക് വളരുന്നത്? കൂട്ടുകാരുമായിട്ടൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ, ബന്ധുമിത്രാദികളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് ഇത്തരം സ്കില്ലുകളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവണില്ല. ഒരു ഹോബി വളർത്താനെ തന്നെ അതിന്റെ പുറകിന് ഒരുപാട് എഫേർട്ട് ഇട്ട് പേരൻസ് തന്നെ അതിന് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി എത്ര എഫേർട്ട് പേരൻസ് ഇടുന്നുണ്ട്. നേരെ മറിച്ച് അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യം, കാരണം ഇന്ത്യൻ പേരൻസ് പൊതുവെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ മാർക്സ് ആണ് നാളെ ഇവരെ രക്ഷപ്പെടുത്തുന്നതാണ്. പക്ഷെ ഒരു AI ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ പിന്നെ കുറച്ച് സയൻസും കണക്കും പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നാളെ വിജയിക്കാൻ പറ്റണമെന്നില്ല. ഒരുപാട് ഹ്യൂമൻ സ്കില്ലിനായിരിക്കും ഭയങ്കര ഡിമാൻഡ് വരുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റീസിനും ഇമോഷണൽ ഇന്റലിജൻസിനും ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. കളിക്കാർക്കും എന്റർടൈനേഴ്സിനും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് വരാൻ പോകുന്നത്. അല്ലെ, പണ്ട് 25 പേരാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് നാഷണൽ ടീം എന്ന് പറയാൻ, 25 പേരാണ്. ഇന്നങ്ങനെയല്ല, ഒരു 10,000-2000 ക്രിക്കറ്റേഴ്സിന് വളരെ റെമ്യൂണറേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പൊ കളിക്കാൻ പറ്റും. കാരണം ബിക്കോസ് ഓഫ് ദ ക്ലബ് ക്രിക്കറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലെ. അങ്ങനെ ഓരോ കളിയിലും അങ്ങനെയുള്ള നീഡ് കൂടി വരുന്നു. അപ്പൊ കളിക്കുന്ന കുട്ടികൾ ഒരു കളി ഒരു ഹോബിയായിട്ട് എടുത്ത കുട്ടികളെ സംബന്ധിച്ച് കളി ഒരു പ്രൊഫഷനായിട്ട് പോലും എടുക്കണ്ട, ഒരു ഹോബിയായിട്ട് എടുത്താൽ തന്നെ അവരെ ഹയർ ചെയ്തുകൊണ്ട് പോകാൻ ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ സ്പോർട്സ് ഗുഡ്സ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ചെറിയ കാലത്ത് നന്നായിട്ട് കളിച്ച കുട്ടികളാണ്. അതുപോലെ തന്നെ മ്യൂസിക്കിലൊക്കെ എന്തോരം ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമ്മൾ സർഗക്ഷേത്രയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ എത്ര ആർട്ടിസ്റ്റുകളെയും ഒക്കെയാണ് എൻകറേജ് ചെയ്യുന്നത്. അതിനൊക്കെ എന്തെല്ലാം സ്കോപ്പും ചാൻസസും ഫ്യൂച്ചറും പ്രോഗ്രസ് ഓപ്പർച്യൂണിറ്റിയും എല്ലാം ഉണ്ട്. കാലം മാറി. ഇതൊന്നും ഇന്നും ആ ചെറിയ ട്രയാങ്കിളിനകത്ത് നിൽക്കുകയാണ് IAS, ഡോക്ടർ, എഞ്ചിനീയർ. ഇത് പൊളിക്കുക, അത്രയേ ഉള്ളൂ. ചിലത് മാറണം അല്ലെ, ചിലതൊന്ന് റീസെറ്റ് ചെയ്യണം നമ്മള്. ചില തിങ്കിങ് ഒക്കെ മാറണം. നമുക്കൊരു ഒരു ആറ്റിറ്റ്യൂഡിനൽ ആയിട്ട് തന്നെ സൊസൈറ്റിയിൽ വലിയൊരു എഡ്യൂക്കേഷൻ നടക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ട്രൂ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ നടക്കണം. ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തിന് പാകമാകുമോ നമ്മുടെ കുട്ടികൾ? ഇതാണ് ചോദ്യം. പിന്നെ വലിയൊരു ഡാമേജ് സ്കൂൾസ് ആണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? സ്കൂളുകൾ മാറുന്നേ ഇല്ല. ഈ പറയുന്ന സ്കില്ലുകളൊന്നും ഓരോ ദിവസം കഴിയുന്നതോറും എക്സ്ട്രാ ക്ലാസ് കൂട്ടുകയാണ്, അക്കാഡമിക് ക്ലാസ്സുകളാണ് കൂട്ടും.
അക്കാഡമിക് ടൈം കൂട്ടുകയാണ്, കുട്ടികളുടെ ആക്ടിവിറ്റീസ് കുറയുകയാണ്, ട്യൂഷൻസ് കൂടുകയാണ്, കോച്ചിങ് കൂടുകയാണ്, അത്തരം ബിസിനസ്സുകളെല്ലാം ഫ്ലറിഷ് ചെയ്യുകയാണ്. അവിടെ ആരാ പരാജയപ്പെടുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ്ലി ഈ കുട്ടി ഒരു യൂസ്ലെസ് ആയി പോകുന്ന ആളെ. ഇത് ഒരുപാട് ചർച്ചകൾ വേണ്ട, ഒരുപാട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല ഞാനിപ്പം ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട പല ടോക്കുകളിലും ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഇവിടെയും ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മെന്റൽ ഹെൽത്തിനാണ് ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇനിയും കേരളത്തിൽ ആവശ്യം. നമ്മുടെ കുട്ടികളുടെയൊക്കെ മെന്റൽ ഹെൽത്ത് കുറഞ്ഞു വരുന്നു. കളിക്കാത്തൊരു കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൂട്ടുകാരില്ലാത്തൊരു കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മുഴുവൻ സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ ചിന്തിക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഒരുപാട് മാറ്റങ്ങൾ വേണ്ടി വരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കുട്ടികളിൽ അതുണ്ടാക്കുന്ന ഡാമേജസും ഒന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരുപാട് പുതിയ പഠനങ്ങൾ, ചർച്ചകൾ, ചിന്തകൾ ഒക്കെ വരട്ടെ. മാറ്റങ്ങൾ ഇനിയും വരട്ടെ. ആ മാറ്റങ്ങളൊക്കെ നല്ലതിനായി വരട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. എന്തായാലും ഇനി പാട്ടുകളാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇതുപോലെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് RJ ജോ ആണ്. ഇന്നത്തെ നമ്മുടെ ഉയരയിൽ ഒരു കോഴ്സ് ബന്ധപ്പെട്ടുള്ള ഒരു സംസാരമല്ല, അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം പുതുവർഷമാണ്, പുതിയ കുറേ തീരുമാനങ്ങൾ, പുതിയൊരു കാര്യം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുകയാണ്. സോ ഈ ഒരു സെറ്റിങ്, അതുപോലെ തന്നെ റീസെറ്റിങ്, റീവാലുവേഷൻ, റീ അസസ്മെന്റ്, അതിൻ്റെയൊക്കെ ഒരു പവർ എത്രമാത്രമാണ്, അതിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം നൽകിക്കൊണ്ട് ഒരാൾ ഇവിടെ ഉണ്ട്. സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചില മാറ്റങ്ങളുടെ ആവശ്യകത എത്രമാത്രമാണ്, എവിടെയൊക്കെ നമ്മൾ മാറണം, നമ്മുടെ ചിന്താശേഷിയിൽ എവിടെയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുട്ടികൾ ഇൻ ഫ്യൂച്ചറിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ മനഃപൂർവ്വമായിട്ട് അത് നൽകണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്ക് മനഃപൂർവ്വമായിട്ട് വേണ്ട ചില ഒരു ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും? പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോബീസ് എന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ ഇങ്ങനെ ചോദിക്കുമ്പം എഴുതുമായിരുന്നു റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, മ്യൂസിക് എന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ, കാരണം മാറുന്ന തലമുറയാണ്, മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നു ഓരോ സാഹചര്യങ്ങളും. അപ്പോൾ മനഃപൂർവ്വമായിട്ട് അന്നും ഇന്നും എന്നും ഒരു കുട്ടിക്ക് അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഹാബിറ്റ്സ് ഏതൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ എത്ര മാറുന്ന കാലമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ റീഡിങ്ങും റൈറ്റിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെയധികം സഹായിക്കുന്ന, നമ്മളെ കൂടുതൽ ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി എന്ന് പറയുന്നത്. അത് ലോകരാജ്യങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ പല രാജ്യങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കമ്പൽസറി ആയിട്ട് റീഡിങ് പീരീഡുകളുണ്ട്. എന്നിട്ട് അത് റീഡ് ചെയ്തിട്ട് വന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സ്കൂളുകളിൽ അത് എൻകറേജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഗുണം ആ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടും. അപ്പൊ പിന്നീട് കുറച്ചു പേരെങ്കിലും അതിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യും. കുറച്ചുകൂടെ അവർക്ക് അവരുടെ പിന്നെ ഒരു എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് ലൈക്ക് ഫ്യൂച്ചറുകളൊക്കെ ഏറ്റെടുക്കാൻ അതൊരു നല്ല ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ റീഡിങ്ങിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇപ്പൊ വരുന്നില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വളരെ കുറഞ്ഞു വരുന്നു. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ChatGPT, AI ഒക്കെ നമ്മളെ രക്ഷിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ക്വാളിറ്റി ഇത് കാരണം കുറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് റീഡിങ് റൈറ്റിംഗിലൊക്കെ കുറവുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിനെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. റീഡിങ് റൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനുഷ്യരുമായിട്ട് ഇടപെടാനും സഹകരിക്കാനും
പിന്നെ ഒരു സംഘമായി പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവാണ്. അതിനി ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ ഇല്ല. അത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇന്നലെ എന്നെ കാണാൻ വന്നൊരു പേരന്റ് പറഞ്ഞ അവർക്കൊരു മോളെ ഉള്ളൂ. ആ മോളെ എപ്പോഴും അങ്ങ് കംപ്ലൈന്റ് പറയുന്ന ആളാണ്. എവിടെ ചെന്നാലും കംപ്ലൈന്റ് ആണ്, സ്കൂളിലും കംപ്ലൈന്റ് ആണ്, കൂട്ടുകാരെ പറ്റിയും കംപ്ലൈന്റ് ആണ്. അപ്പൊ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോവർ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് കുറഞ്ഞ ആൾക്കാർ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. മെന്റൽ ഹെൽത്ത് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ടേക്ക് ചാർജ് ഓഫ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ എന്തായാലും ആ സിറ്റുവേഷനിൽ നമ്മൾ ബ്ലെൻഡ് ആവും. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മള് നമ്മുടെ കുട്ടികളെ ഇടപെടാനും സഹവർത്തിത്വവും സഹകരണവും ടൈം ഓഫ് കോമ്പറ്റീഷൻ ഈസ് ഓവർ. Now the thing is collaboration. എല്ലാവരുമായിട്ട് സഹകരിച്ച് പോവുക എന്നുള്ള കാര്യം. മത്സരത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. മത്സരിച്ചാൽ നമ്മൾ വെറുതെ മത്സരിച്ച് തോക്കത്തേ ഉള്ളൂ, ഒരു കാര്യമില്ല. മത്സരം നമ്മളോട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമുക്ക് മത്സരിക്കാം. പക്ഷെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കൂടുതൽ സഹകരിക്കാനാണ് പഠിക്കുന്നത്. പിന്നെ ഈ ഹോബീസിനെ കുറിച്ച് തന്നെ പറയും. ഇപ്പം നല്ലൊരു ഹോബി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സൈൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഇപ്പൊ നമ്മളൊരു റെസ്യൂമേ ഒക്കെ കൊടുക്കും, ഒരു ജോലിക്കൊക്കെ നാളെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോളേജ് അഡ്മിഷൻ ഒക്കെ ചെല്ലുമ്പോൾ. ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ കോളേജ് അഡ്മിഷനിൽ വളരെ പ്രധാനമായിട്ട് അവർ ചോദിക്കുന്നതാണ് വാട്ട്സ് യുവർ ഹോബി, ഇൻട്രസ്റ്റ് എന്നൊക്കെ. കാരണം അതൊരാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു നല്ല മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാളിന്റെ പേഴ്സണാലിറ്റി ഒരു പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഡീപ്പായിട്ട് റീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവരോട് തന്നെ ചോദിക്കും, നിങ്ങൾ എന്ത് തരത്തിലുള്ള പുസ്തകം. ഒരു നോവൽ വായിക്കുന്ന ഒരാളുടെ ഒരു ഇതും ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീഡിങ് നടത്തുന്ന ഒരാളും ഒക്കെ ഡിഫറെന്റ് ആണ്. അവരുടെയൊക്കെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു ഇന്റർവ്യൂലോ ഒക്കെ നമ്മളെ അസസ് ചെയ്യാൻ ഈ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് വളർത്തി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ അവനെ ഡിസ്കവർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അത് വേറൊരു വലിയ ക്വാളിറ്റിയാണ്. മനസ്സിലായില്ല? ഞാൻ എന്റെ ടാലന്റ് എന്താണെന്ന് കണ്ടെത്തി അതിനെ വളർത്തി. അല്ല, എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, ആ താല്പര്യങ്ങളെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ ഇത് ഒരു ജോബിലൊക്കെ കയറുമ്പോൾ, അല്ലെ ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുമ്പോൾ, ഇപ്പൊ തന്നെ സിവിൽ സർവീസിന് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ആക്ച്വലി. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മൊത്തമായിട്ട് അസസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച്. അപ്പൊ അതിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അവരുടെ ഇൻട്രസ്റ്റ്, ഹോബീസ്. അവർക്ക് വളരെ ഷുവർ ആയിട്ട് അവർക്ക് പറയാൻ കഴിയുന്ന അവരുടെ സ്കിൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം പോയി കുറെ കോച്ചിങ്ങും എടുത്ത് ചെല്ലും. അവസാനം ഇന്റർവ്യൂലൊക്കെ വളരെ പുവർ പെർഫോമൻസ് ആണ് പലർക്കും കിട്ടുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഡെവലപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അവിടെയാണ് പ്രശ്നം കിട്ടുക. പിന്നെ നമുക്ക് ഈ ഹോബീസും ഇൻട്രസ്റ്റും സ്കിൽസും ഒക്കെ എത്ര കണ്ടുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഒരു പേഴ്സണൽ വാല്യൂ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്, ഒരു ഡിഗ്നിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം എല്ലാം ഇതുമായിട്ട് ബേസ് ചെയ്തിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അവർ ജോബ് ഈസ് നോട്ട് ടു കോമ്പീറ്റ്, അവർ ജോബ് ഈസ് നോട്ട് ടു കോമ്പയർ, അവർ ജോബ് ഈസ് ടു കംപ്ലീറ്റ് അവർ സെൽഫ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ട, കോമ്പീറ്റ് ചെയ്യാൻ വേണ്ട, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. കോമ്പീറ്റ് ചെയ്യുകയല്ല, കമ്പയർ ചെയ്യുകയല്ല, ജസ്റ്റ് ടു കംപ്ലീറ്റ് അവർ, അല്ല നമ്മളെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മുടെ ഡ്രീംസിനെ കംപ്ലീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും വളരെ ഡിസയറബിൾ ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട്, മറ്റുള്ളവർ കണ്ടാൽ കൊതിക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി നമുക്ക് മാറണമെങ്കിൽ നമ്മളെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എൻറിച്ച് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ആ കേക്ക് വന്നിട്ട് അതിന്റെ മേളിൽ ആ ഐസിംഗ് കൂടെ വരുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അതെ. അപ്പൊ അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ടും ചില സമയങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പം ഈ ഒരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ആ ഒരു സ്കില്ലിനെ, ഹാബിറ്റിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചില പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്കൊന്ന് പവറാക്കി മാറ്റാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് സുനിൽ ടി കുറുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ. ഈ സാറിന്റെ മറ്റ് ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും, ചോദ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും പാട്ടുകൾക്ക് ശേഷം. സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ കൂടെയുള്ളത് RJ Jo ആണ്. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരയുടെ സമയമാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇൻസ്പയറിംഗ് ക്യാരക്ടർ ആക്കി മാറ്റുക, മറ്റുള്ളവർ നമ്മുടെ ഒരു ക്യാരക്ടറിനെ കണ്ട് കൊതിക്കുന്നത് പോലെ അല്ലേ ഉള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനഃപൂർവ്വമായി മെനഞ്ഞെടുക്കാം. നമ്മുടെ ലക്ഷ്യം കമ്പയർ ചെയ്യുകയല്ല, കോമ്പീറ്റ് ചെയ്യുകയല്ല, ജസ്റ്റ് ടു കംപ്ലീറ്റ് അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യലായ കാര്യങ്ങൾ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് സുനിൽ ഡി കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ ഒരു തീ ഇങ്ങനെ ഒരു കനലുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ സാറിന്റെ വാക്കുകളിലൂടെ ഇങ്ങനെ ഊതി 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 ഇങ്ങനെ ഒരു ജ്വാലാമുഖി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഓരോ ഹോബീസ് ഉണ്ട്, ഓരോ ഹാബിറ്റ്സ് ഉണ്ട്. ഇപ്പം കുറേ പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ ഇത് എന്നെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എനിക്കൊരു ടൈം വേസ്റ്റിംഗ് അല്ല എന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവാനായിട്ട്, റിയലൈസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ന് പറയും, എടാ ഇതൊക്കെ വെറും ടൈം വേസ്റ്റിംഗ് അല്ല, ഇതൊക്കെ എന്തിനാണ് ഇതിനു വേണ്ടി വെറുതെ സമയം ചെലവഴിക്കുന്നത് എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഉപകാരപ്രദമാണ്, ഇത് എനിക്ക് വളർത്തുന്നുണ്ട്, ഇതെനിക്ക് പ്രോഗ്രസീവിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്താണ് എന്ന് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ടുള്ള ചില ഫാക്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ ഒരു ഹോബീസ്, ഹാബിറ്റ്സിനെ പറ്റി? രണ്ട് തരത്തിൽ ഞാൻ ഇതിനെ കാണാം. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ടൈം ഒരുപാട് കാര്യങ്ങൾക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ എല്ലാരും കളഞ്ഞു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു ഞാൻ. അവിടെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ആ പുസ്തകമൊക്കെ ഇരുന്ന് വെറുതെ എന്തിനാ വായിക്കുന്നത്, ആ സമയത്ത് പഠിക്കുന്ന പുസ്തകം വായിച്ചൂടെ, അല്ലെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനായിട്ട് നീ എന്തിനാ പോകുന്നത്, നിന്നെ അവരെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ പിന്നെ ഈ പണിയൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നിനക്ക് പഠിച്ചാൽ അത് വലിയ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും ആ ബ്ലെയിം ചെയ്യുന്ന സൈഡിലായിരുന്നു മൈ ചൈൽഡ്ഹുഡ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇന്ന് റിയലൈസ് ചെയ്യുന്നത്, അന്ന് ആ വേസ്റ്റ് ചെയ്ത ടൈമാണ് ഇന്ന് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം അതിലൂടെ കിട്ടിയ സ്കില്ലുകൾ, അതിലൂടെ കിട്ടിയ ഒരു കറേജ്, ലീഡർഷിപ്പ്, ഒരു ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് എബിലിറ്റി, അതൊന്നും പുസ്തകത്തിൽ പഠിച്ചിരുന്നതിൽ എനിക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഐ വാസ് നോട്ട് എ ബാഡ് സ്റ്റുഡന്റ്, നല്ലൊരു സ്റ്റുഡന്റ് തന്നെയാണ്. പക്ഷെ എന്നാലും അതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 90 വാങ്ങിക്കണോ കുറച്ച് സ്കില്ലും കൂടെ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 70 വാങ്ങിച്ചിട്ട് ബാക്കി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ഞാൻ 10 പേരെ പരിചയപ്പെടും, ആരെങ്കിലും ഒക്കെ. ഇപ്പൊ പള്ളിയിലൊക്കെ തന്നെ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വിളിച്ചാൽ ഞാൻ അവിടെ പോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരുടെ പേരൻസും കൂട്ടുകാരും പലരും ചിന്തിച്ചത് നമുക്കെന്തോ കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാനതല്ല, ഞാനിപ്പോ പോയി ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്താൽ അവർക്കെല്ലാം ഒരു സഹായമാകത്തില്ലേ, അല്ലെങ്കിൽ അതിലൂടെ ഞാൻ എന്തെല്ലാം പഠിക്കും, പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഇങ്ങനെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് അതൊക്കെ പോയി. അപ്പൊ എന്നെ പലരും മണ്ടൻ എന്നാണെന്നൊക്കെ അല്ലെ മനസ്സിൽ കരുതി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ ഇനി ഞാൻ രണ്ടാമത് വേറൊരു തരത്തിൽ ഇതിനെ ആൻസർ ചെയ്യാം. ബീങ് എ കരിയർ കൗൺസിലർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു പ്രോപ്പർലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു നല്ല കരിയർ പ്ലാൻ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഓരോ ഫീൽഡിലേക്കും പോകുമ്പോൾ നമുക്ക് വേണ്ട കുറേ, ഇപ്പൊ ജനറൽ ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് ഹോബീസും ഇൻട്രസ്റ്റും ഒക്കെ നമ്മളെ ഒരു പേഴ്സൺ എന്ന നിലയിൽ സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. നിങ്ങളിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും നമുക്ക് രാത്രി വന്നിരുന്ന് സർജറി ചെയ്ത് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. നിങ്ങൾ വീക്കെൻഡിൽ ഒരു മ്യൂസിക് ക്ലബിൽ പോകുന്നു, അല്ലെ വീക്കെൻഡിൽ നിങ്ങൾ ഒരു ഹെൽത്ത് ക്ലബിൽ പോകുന്നു, വീക്കെൻഡിൽ നിങ്ങൾ നിങ്ങളുടേതായ കുറെ അസോസിയേഷൻസിലൊക്കെ പോയി ഇൻവോൾവ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും നമ്മൾ ഏത് ഫീൽഡിലുള്ള ഒരാളായാലും നമുക്ക് ഈ ജോലി മാത്രം പോരാ. മനസ്സിലായില്ലേ? നമുക്ക് കുറച്ച് ലീഷർലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അസോസിയേഷൻസും ഫെലോഷിപ്സും ഒക്കെ വേണം. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പാഷൻസും ഡീപ്പായിട്ടുള്ള ചില ഇൻട്രസ്റ്റുകളും ഒക്കെ നമുക്ക് വേണം. ഇതില്ലാത്ത മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ജനറൽ കൗൺസിലർ എന്ന നിലയിൽ ഒരുപാട് മനുഷ്യര് ഒരു മിഡ് 30s ഒക്കെ ആകുമ്പോഴേ അങ്ങ് ബോറടിക്കാൻ തുടങ്ങാം ലൈഫിൽ. കാരണം അവരുടെ ആ കരിയർ ഏർജ് എല്ലാം അങ്ങ് കഴിഞ്ഞു, അവര് എല്ലാം അങ്ങ് എത്തി. പക്ഷെ ലൈഫിൽ എന്താ മീനിങ് ഫുൾനെസ് ഒന്നുമില്ല അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരുമായിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യണേ നമുക്ക് എന്തെങ്കിലും ഹോബീസോ എന്തെങ്കിലും സ്കിൽസോ ഒക്കെ നമുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം അവിടെയാണ് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളി ഞാൻ മെന്റർ ചെയ്ത ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി ദുബായിൽ ചെന്നു, അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, ഭയങ്കര ബിസിയാണ്, ഒന്നിനും സമയമില്ല.
പക്ഷേ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണ്. കാരണം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പുള്ളി ജോലിയുടെ ഒരു ത്രില്ലിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ വീക്കെൻഡ് ആകുമ്പോൾ പുള്ളി ഒരു യൂസ്ലെസ് ആയി പുള്ളിക്ക് തന്നെ തോന്നുക. കാരണം പുള്ളിക്ക് ഭയങ്കര ഒറേറ്ററി സ്കില്ല്, ഭയങ്കര പിന്നെ ഒത്തിരി കഥകളൊക്കെ പറയാൻ ഉള്ളിലുള്ള ആളാണ്. പക്ഷെ അതിനുള്ള വേദികളുടെ കാര്യങ്ങളില്ല. പക്ഷെ പുള്ളി അങ്ങനെ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ഹാപ്പിയായി. അവിടെ കുറെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു, ഈ പറയുന്ന പുള്ളിയുടെ. അപ്പൊ പുള്ളി ഒരു കാലത്ത് കയ്യിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്കില്ല് ഒരു ക്രൈസിസ് വന്നപ്പോൾ അതൊരു വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് പുള്ളിക്ക് അതിൽ വളരെ ഹാപ്പി ആകാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്താൽ, അതുപോലെ നമ്മളൊരു കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെല്ലാം, ഇപ്പൊ ഞാനൊരു ലോയർ ആവണം, എനിക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്താലാണ് നല്ല ഒരു ലോ പ്രാക്ടീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ ഞാനൊരു നാളെ ഒരു എഞ്ചിനീയർ ആവുന്നു, അപ്പൊ ഒരു എഞ്ചിനീയർ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെ ഞാനൊരു പർട്ടിക്കുലർ ഫീൽഡിൽ ഒരു എഞ്ചിനീയർ ആവും, അല്ലെ ഞാനൊരു ആർക്കിടെക്ട് ആവും. അപ്പൊ ഇതിലൊക്കെ എനിക്ക് എന്തെല്ലാം അസോസിയേറ്റഡ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ നല്ലൊരു കരിയർ കൗൺസിലിംഗിൽ നമുക്ക് കിട്ടുന്ന നല്ല അഡ്വൈസുകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ഫീൽഡിൽ ഇപ്പൊ ഒരു ടീച്ചർ ആവണം, എന്തെല്ലാം സ്കില്ലുകൾ, ഒരു കഥ പറയാനുള്ള കഴിവ് പോലും പല ടീച്ചേഴ്സിനും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥ പറയാൻ നമുക്ക് എങ്ങനെ പഠിക്കാം. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കരിയറിന് തന്നെ പിന്നെ സപ്ലിമെന്റും കോംപ്ലിമെന്റും ചെയ്യും ചില സ്കില്ലുകളും അല്ലാത്തത് നമുക്ക് ആ ജോബ് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. കാരണം ജോബ് മാത്രമല്ല ലൈഫ്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. കോവിഡ് വന്നപ്പോൾ സ്കില്ലും ഹോബീസും ഉള്ളവരെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു, മെന്റലി ഹാപ്പി ആയിരുന്നു. ആ കോവിഡ് കാലത്ത് അതൊന്നും ഇല്ലാതിരുന്ന ആൾക്കാർ ആകെ ജോലിയും കൂടെ അങ്ങ് പോയി, ഒന്നും ചെയ്യാനും ഇല്ല. അവരൊരു ബാരൻ ലാൻഡ് പോലെ ആയിപ്പോയി. ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി പലരും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല, ആരുമായിട്ട് കണക്ട് ചെയ്യാൻ അറിയില്ല, സുഹൃത്തുക്കളില്ല, ആ സുഹൃത്തുക്കൾ ഉണ്ടാക്കാനുള്ള സ്കില്ലും ഇല്ല. അപ്പൊ ഇത് ഒരു ജോലി എന്ന നിലയിൽ നമുക്ക് അത് ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് ഒരു ഇന്ന് കാണിക്കുന്ന എന്ത് ലേണിങ്ങോ അല്ലെ എന്തൊരു ഡെവലപ്മെന്റും നാളെ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു മെറ്റീരിയലിസ്റ്റിക് തിങ്കിങ് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാളെ ശമ്പളമാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല ലൈഫ് എന്നുള്ളത്. ഒരു 35 വയസ്സാകുമ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്ക് പലരും ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോബീസ് നമ്മളെ വളർത്തുന്നുണ്ട് പല രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ഹോബീസ് ഓർ ഹാബിറ്റ്സ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ സ്കില്ല് നമ്മളെ വളർത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മളെ വളർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. കഴിയുന്നില്ല. പാട്ടുകൾക്ക് ശേഷം തുടരുന്നതായിരിക്കും ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ Jo ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ചില സ്കില്ല് അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ്, ചില ഹോബീസ് നമ്മളെ പ്രോഗ്രസീവ് ആക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പുതുവർഷം എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ചിലതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മളത് വിചാരിച്ചിട്ടുണ്ട്, ചിലത് ഡിലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം ചില തീരുമാനങ്ങളുടെ പവർ എത്രമാത്രമാണ്, അല്ലെങ്കിൽ ഇത്തരം ചില തീരുമാനങ്ങളുടെ ആവശ്യകത എന്തുമാത്രമാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സുനിൽ D. കുരുവിള, യൂത്ത് മെന്റർ, കരിയർ കൗൺസിലർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ഇൻസൈറ്റ് മിഷൻ. സാർ, നമ്മളിതാ ഈ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സാറിന് എന്താണ് അവസാനമായിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? കാരണം ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളതല്ല. ആൻഡ് ഇറ്റ്സ് ഓവർ ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ എ കൊളാബറേഷൻ. അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയല്ല, കോമ്പീറ്റ് ചെയ്യുകയല്ല, അത് എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഡ്രീംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. സോ ഇനി എന്താണ് ലിസണേഴ്സിനോട് ഇനി അവസാനമായിട്ട് സാറിന് പറയാനായിട്ടുള്ളത്?
പുതിയൊരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക എന്നുള്ള ചിന്തയാണ് ആദ്യം കളയേണ്ടത്. എനിക്കൊന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ സൈക്കയിൽ വളരെ ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അതാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ കഴിവുകളെയൊക്കെ വളർത്താനും ഹോബീസൊക്കെ, ഇപ്പൊ നമ്മുടെ ഹോബി എന്ന് പറയുന്നത് മറ്റുള്ളവർ വാല്യൂ ചെയ്യാത്തൊരു സാധനമാണെങ്കിൽ നമുക്ക് പേടിയാ അത് വളർത്താൻ. അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ കളരിപ്പയറ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, അത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കത് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഏത് കാര്യമായാലും നമുക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നൊക്കെ ചിന്തിക്കാതെ അത് വളർത്തിയില്ലെങ്കിൽ നാളെ നിങ്ങൾ എങ്ങനെ ദുഃഖിക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അതാണ് ഒരു പ്രധാന കാര്യം. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭയങ്കരമായിട്ട് നമ്മളുടെ കഴിവുകളെ നമ്മൾ വിശ്വസിക്കാൻ പഠിച്ചിട്ടില്ല. നമ്മുടെ ഒരു വലിയ പ്രോബ്ലമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലെ ഒരു കുഴപ്പം. നമ്മൾ ഒത്തിരി റിസോഴ്സ്ഫുൾ ആണ്, ഒരുപാട് കഴിവുകളുള്ളവരാണ്, പക്ഷെ ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുന്നുമില്ല, അതിൽ വിശ്വസിക്കുന്നുമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ആദ്യം ഒന്ന് വിശ്വസിച്ച് തുടങ്ങണം. അതുപോലെ താരതമ്യം വേണ്ട. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ കുറച്ചൊക്കെ റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും മാറാനും. നമ്മൾ ഈ കംഫോർട്ട് സോൺ ആണ് നമ്മുടെ ഏറ്റവും വലിയ എനിമി. നമ്മുടെ ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാനും ഒരു പ്രോഗ്രസ് സൃഷ്ടിക്കാനും സാധിക്കത്തുള്ളൂ. എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്, ഈ ഒരു പുതിയ വർഷം എല്ലാവരും അവരവരുടെ മെന്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്തിനെയും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത്, ഒരു വെൽബീയിങ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സർഗക്ഷേത്രയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ ഒരു നവവത്സരം നേരുന്നു. ഉയരയുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത ജോയോടും അതുപോലെ സർഗക്ഷേത്രയുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനോടുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും വളരെ സമൃദ്ധിയായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരു സമൃദ്ധിയുടെ ഒരു എന്താ വാക്കുകളും കൂടെയാണ് സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാറിന് ഒരു പുതുവത്സര ആശംസിക്കുകയാണ്. ഇതുപോലെ ഞങ്ങളെ ഇനിയും ഇൻസ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നു സാറിന്റെ വാക്കുകളിലൂടെ. സാറിന്റെ യൂട്യൂബ് ചാനൽ നമുക്ക് കാണാവുന്നതാണ് അല്ലെ സാർ? അതിന്റെ പേജും കൂടെ ഒന്ന് പറയാവോ? സുനിൽ കുരുവിള. യെസ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒന്നുകൂടെ ഒന്ന് മോട്ടിവേഷൻ ആവണം, അല്ലെങ്കിൽ ഒന്ന് ആ സാറിന്റെ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നേരെ യൂട്യൂബിൽ പോവാം. നമ്മൾ സുനിൽ കുരുവിള എന്നുള്ള യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ്. സോ വൺസ് അഗെയിൻ thank you so much sir, thank you so much, and once again happy new year. Thank you, happy new year to all of you. താങ്ക് യു സോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉയരയുടെ സമയം നമ്മളത് ഇവിടെ കഴിയുകയാണ്. സോ ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ഒരു നാളെ നമ്മുടെ നല്ലൊരു ഭാവിക്കായിട്ട് അത് ഡെവലപ്പ് ആകും, അല്ലെങ്കിൽ അതൊരു കാരണമായി മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പല വിധമായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സർഗക്ഷേത്ര 89.6 FM പല പ്രോഗ്രാംസിലൂടെ നമ്മൾ എത്തുന്നതായിരിക്കും. സോ ദിസ് ഈസ് RJ Jo signing off from Uyare, and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.